ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ്റെ ഒരു റിക്വസ്റ്റാണ്, മോള് അമ്മയോട് പിണങ്ങരുത്, നിങ്ങൾ പരസ്പരം വേദനിപ്പിക്കരുത്. വലിയ പ്രതീക്ഷയിലാണ് വന്ന് കയറിയത് അല്ലേ? ജെആറിന്റെ മുമ്പിൽ ഇവര് ചിന്തിക്കുന്നത് ഒന്നും നടക്കില്ല. സ്വാമി അക്കൗണ്ട്സ് നോക്കിക്കോ. ഈ കണക്ക് ഞാൻ നോക്കിക്കോളാം. പൊക്കോ സ്വാമി. ശരി സർ. അങ്ങളെ, ഭയങ്കര മഴ. എന്താ ഹരി? കൺഗ്രാറ്റ്സ്. കൂട്ടത്തിലുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു അഭിനന്ദനം പറയണമല്ലോ. ടി വിയിൽ പത്രസമ്മേളനം കണ്ടു. അങ്കിള് ഗംഭീരമായി. അന്ന് അങ്കിള് പറഞ്ഞു കേട്ടില്ലേ, ദുഷ്ടനായ ഒരു മനുഷ്യന്റെ നാശത്തിന് വഴിമരുന്നിടുന്നത് അവൻ തന്നെയാണെന്ന്. അതിന്റെ തെളിവ ഇന്ന് അങ്കിള് നടത്തിയ പത്രസമ്മേളനം. അങ്കിളിന്റെ വെല്ലുവിളി വെറുതെ ആയില്ല. ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചോ, അന്വേഷിക്കേണ്ടതൊക്കെ അന്വേഷിച്ചോ. ഏത് അന്വേഷണം വന്നാലും അത് നേരിടാനുള്ള കരുത്ത് ജെആറിനുണ്ട്. എങ്ങനെ? ഇന്നത്തെ പത്രസമ്മേളനം ഒരു വീഴ്ചയായി കണ്ട് താനൊക്കെ ചിലപ്പോ അതിന്റെ ഫലവും കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ജെആറിനെ ആരും തൊടാനും പോകുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ എന്ത് സുഖമുള്ള അവസ്ഥയാണെന്നറിയോ? ഈ നാണം കെട്ടവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന കഥകള് അങ്കിള് ന്യായീകരിക്കുന്ന കേൾക്കാൻ വല്ലാത്തൊരു സുഖമുണ്ട്. കൂറുമാറി ചെന്ന് കയറിയതല്ലേ, അതിന്റെ ഒരു വീര്യം കൂടണമല്ലോ. പക്ഷെ ഇത്രയും നാണം കെട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സർവീസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാ. ജെആറിന്റെ കാൽച്ചുവട്ടിൽ അന്തി ഉറങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു പട്ടാളക്കാരനായിരുന്നു എന്നുള്ള ഓർമ്മയെങ്കിലും വരും. ഞാൻ ഉപദേശിക്കുന്നൊന്നുമല്ല, അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. സുജാത ആന്റിയെ നിഷേധിച്ച ഒരാള് ഈ ലോകം മുഴുവൻ നിഷേധിച്ചാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. അവരുടെ നന്മ കാണാൻ പറ്റാതെ പോയ ഒരാള് ഏത് ചെളിക്കുണ്ടിൽ വീണാലും എനിക്ക് അമ്പരപ്പൊന്നുമില്ല. ഇല്ലാത്ത കഷ്ടപ്പാടിന്റെ കൂലി പെട്ടെന്ന് കിട്ടണ്ടേ? എനിക്ക് അധികം നേരം നിൽക്കാൻ വയ്യ. പരിക്കുണ്ട്. ജെആറിനെ തൊട്ടതിന്റെ പരിക്ക്. ഹരി, ഈ തീ നീ അണയാതെ സൂക്ഷിച്ചു. അതാണ് എന്റെയും ആഗ്രഹം. മോളെ, എന്താ അമ്മയോട്ട് എന്താ പ്രശ്നം? ശരവണനാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് മോൾ അമ്മയോട് പിണങ്ങിന്ന്. മോൾ അമ്മയോട് പിണങ്ങിയ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റൂ? അച്ഛൻ പിണങ്ങിയാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റൂ? മോളെ, ഞങ്ങളുടെ കാര്യം നീ നോക്കണ്ട. എന്റെ ലോകം വളരെ ചെറുതാ അച്ഛാ. അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അച്ഛനും അമ്മയാ. പിന്നെ ഞാൻ എങ്ങനെ നോക്കാതിരിക്കുന്നെ? മോളെ, അമ്മയ്ക്ക് നീ കൂട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ അച്ഛൻ. അങ്ങനൊരു പ്രതീക്ഷയിലാണോ അച്ഛൻ ജയാറിന്റെ കൂടെ പോയത്? കൊള്ളാലോ ന്യായം. അല്ലാതെ അച്ഛന് മകന്റെ പണത്തിനോട് ആർത്തി ഉണ്ടായിട്ടല്ല. ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ അച്ഛ, അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരോടും പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അച്ഛനെ പോലൊരാൾ ഈ രാജ്യം കാക്കാൻ നിന്നൊരു പട്ടാളക്കാരൻ എത്ര നടുവളച്ച അയാളുടെ മുന്നിൽ നിൽക്കുന്ന. അയാൾ പറഞ്ഞ അച്ഛനിപ്പോ എന്തും ചെയ്യില്ലേ? അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്തിനാ അച്ഛ ഈ പ്രായത്തില് സ്വന്തം മേൽവിലാസം പോലും ഇല്ലാതാക്കുന്ന? എന്നെ അയാൾ പേടിപ്പിക്കുന്നുണ്ട്, അനുസരിപ്പിക്കുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷെ ഞാൻ അടിമയായിട്ട് നിൽക്കുന്നത് മറ്റു ചിലരെ രക്ഷിക്കാൻ വേണ്ടിയാ. അച്ഛനോ? മുമ്പൊക്കെ ഞാൻ വീട്ടിലുള്ളപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സുജാതയെ സുജാത എന്നുള്ള വിളിയാ. ഞാൻ കളിയാക്കിയിട്ടില്ലേ നിങ്ങൾക്ക് ഇതുവരെ പ്രണയിച്ച് മതിയായിട്ടില്ലേ എന്ന്? അന്ന് എത്ര നന്നായിട്ടാ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അച്ഛൻ എന്നോട് സംസാരിച്ചത്. ഇന്ന് അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന് അച്ഛൻ അറിയുന്നില്ല, അമ്മ ഉറങ്ങുന്നുണ്ടോന്ന് അറിയുന്നില്ല. എന്നിട്ടാണ് അച്ഛൻ എന്നെ ഉപദേശിക്കാൻ വരുന്നത്. മോളെ, ഓരോരുത്തർക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. അച്ഛനും ചിലപ്പോ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തിയാടും. തിരിച്ചു കയറാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. അതൊക്കെ പോട്ടെ. അച്ഛൻ്റെ ഒരു റിക്വസ്റ്റാണ്. മോള് അമ്മയോട് പിണങ്ങരുത്. നിങ്ങൾ പരസ്പരം വേദനിപ്പിക്കരുത്. വലിയ പ്രതീക്ഷയിലാണ് വന്ന് കയറിയത് അല്ലേ? ഞാനും എന്റെ മോളും തമ്മിൽ പിണങ്ങണമെന്ന് മിസ്റ്റർ JR ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം മകന്റെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാൻ അച്ഛന് താല്പര്യം ഉണ്ടാവുമല്ലോ. പ്രിയപ്പെട്ട അച്ഛനല്ലേ?